ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണോദ്ഘാടനം നടന്നു. ചിറ്റൂർ മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ 10,000-ലധികം കോടി രൂപയുടെ വികസനം നടത്തിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചിറ്റൂർ മണ്ഡലത്തിലെ ആരോഗ്യമേഖലയുടെ മുഖച്ഛായ മാറ്റുന്നതിനായി 10,000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവകാശപ്പെട്ടു. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളെല്ലാവരും വലിയവരും ചെറിയവരില്ലാണ്ട് എല്ലാവരും കൂടി ടീമായിട്ട് നിൽക്കണം. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ മരിച്ച വീട്ടുകളിലൊക്കെ പോകും. ഞാനത് ഇത്രയും താല്പര്യം എടുക്കാൻ കാരണം 50 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞ് മരിച്ചവിടെ പോകുമ്പോൾ എന്താ അവർ പറയണറിയോ, നല്ല മരണമാണെന്നാണ് പറയണത്. BP നോക്കിയിട്ടുണ്ടാവില്ല, ഷുഗറും നോക്കിയിട്ടുണ്ടാവില്ല, ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. നല്ല മരണം എന്നാണ് പറയണത്. നമ്മുടെ ആളുകളുടെ ഒരു സ്ഥിതി ഇവിടുത്തെ സാധാരണക്കാരാണ്. ഇവിടെ സാധാരണക്കാർ ആശുപത്രിയിൽ പോകുക പറഞ്ഞാൽ ചിലവ് സഹിക്കാൻ വയ്യാത്തതാണ്. ഒന്നില്ലെങ്കിൽ കോയമ്പത്തൂർ പോകണം, അല്ലെങ്കിൽ പൊള്ളാച്ചി പോകണം, അല്ലെങ്കിൽ തൃശ്ശൂർ പോകണം. അധികവും കോയമ്പത്തൂരും പൊള്ളാച്ചിയും പോകണം. അവിടെ പോയാൽ ഒരു രോഗം വന്ന ആ കുടുംബം അതോടുകൂടി തകർന്നു, പറ്റുകയില്ല. ഇപ്പം നമ്മൾ തന്നെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു 10-20 കോടി റുപ്യെങ്കിലും ക്യാൻസർ ചികിത്സയും അതിനായ റീഇംബേഴ്സ്മെൻറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആശുപത്രി ചിലവ് പറഞ്ഞാൽ താങ്ങാൻ പറ്റാത്തതാണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ചിലപ്പോൾ മാറാരോഗം ഉണ്ടെങ്കിൽ, അച്ഛനമ്മമാരുണ്ടെങ്കിൽ മക്കൾ തന്നെ വിചാരിക്കും ഇതൊന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലിരിക്കുന്ന രീതിയിലേക്ക് പോയി കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആശുപത്രി ചിലവ് എത്രയും കമ്മിയാക്കാൻ നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പ്രവർത്തനം. അതിന് ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാരുടെ വലിയൊരു സഹകരണം അത്യാവശ്യമാണ്. അവരോട് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത്. മണ്ഡലത്തിലെ 8 ആരോഗ്യ സ്ഥാപനങ്ങളെ ഇതിനോടകം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് മികച്ച പ്രാഥമിക ചികിത്സ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചിറ്റൂർ താലൂക്ക് ആശുപത്രി നവീകരിച്ചു. ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്ന OP സമയം വൈകുന്നേരം 6 മണിവരെയായി ദീർഘിപ്പിച്ചു. ഡോക്ടർമാരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. കേവലം 6 ഡോക്ടർമാർ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ 19 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആശുപത്രി പരിസരത്ത് നടന്ന പരിപാടിയിൽ ചിറ്റൂർ തത്തമംഗലം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ അധ്യക്ഷനായി. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ചിറ്റൂർ കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MJ ഷമീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് T മഹേഷ്, കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ജയപ്രകാശ്, ചിറ്റൂർ തത്തമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R ബാബു, ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ കരുണാകരൻ, ചിറ്റൂർ കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു പ്രദീപൻ, മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.